നമസ്കാരം. RVS Maths അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുക്കാൻ പോകുന്നത് അബ്സല്യൂട്ട് മാക്സിമ മിനിമയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇതുവരെ നമ്മൾ 3 വീഡിയോ ഇട്ടതിനകത്തെല്ലാം എന്തായിരുന്നു മാക്സിമ മിനിമയുടെ പ്രോബ്ലമാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റിലേറ്റീവ് മാക്സിമ മിനിമയും അബ്സല്യൂട്ട് മാക്സിമ മിനിമയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നതാണ്. ഒരു റീജിയനകത്തുള്ള മാക്സിമം വാല്യൂ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. അതുപോലെ മിനിമം വാല്യൂവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്നാണ് ഇന്ന് ഞാൻ പറയുന്നത്. മാക്സിമം മിനിമയുടെ പ്രൊസീജിയർ അല്ല ഇത് ചെയ്യാനായിട്ട്, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പം ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റിലേറ്റീവ് മാക്സിമം അല്ലെങ്കിൽ ഫൈൻ മാക്സിമ മിനിമ എന്നാണോ അബ്സല്യൂട്ട് എന്നൊരു വേർഡ് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അബ്സല്യൂട്ട് മാക്സിമ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ മാക്സിമ മിനിമ എന്ന് വേണ്ട, വെറും അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട പ്രൊസീജിയറാണ് ഇന്ന് പറയുന്ന പ്രോബ്ലത്തിനകത്തുള്ള. അല്ലാണ്ട് ഫൈൻഡ് മാക്സിമ മിനിമ റിലേറ്റീവ് മാക്സിമ മിനിമ എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ച പോലത്തെ പ്രൊസീജിയറിലാണ് അത് ചെയ്യാനുള്ളത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ മാക്സിമ മിനിമ എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിനകത്ത് നിന്ന്. അപ്പോൾ അതുപോലെ ചെയിൻ റൂൾ നമ്മൾ പഠിച്ചു. ചെയിൻ റൂളിനകത്ത് നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതേപോലെ തന്നെ മാക്സിമ മിനിമ അല്ലെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമ മിനിമയുടെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാക്സിമ മിനിമയുടെ പ്രോബ്ലം ആണ് പറഞ്ഞു തീർത്തത്. അതൊരു 3 വീഡിയോ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാക്സിമ മിനിമയുടെ പ്രോബ്ലംസ് ആണ് ഫുൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ടോപ്പിക് കൂടെ ബാക്കിയുണ്ട്, അബ്സല്യൂട്ട് മാക്സിമ മിനിമ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അബ്സല്യൂട്ട് മാക്സിമ മിനിമ എന്താണെന്ന്. ഒരു റീജിയനകത്തുള്ള ഏറ്റവും വലിയ പോയിന്റ് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു പോയിന്റ് അബ്സല്യൂട്ട് മിനിമം പോയിന്റ്. അപ്പോൾ അതിന് ഫൈൻഡ് ചെയ്യണേ നമ്മളെന്തെന്ന് പറയുന്നത് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് എന്നൊരു വേർഡ് കണ്ടാലേ അത് ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ മാക്സിമം മിനിമം റിലേറ്റീവ് മാക്സിമം മിനിമം ഫൈൻഡ് ചെയ്യുന്ന പ്രൊസീജിയർ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആണ് പ്രൊസീജിയർ. പിയും ക്യൂവും നമ്മൾ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഫൈൻഡ് ചെയ്യും, പക്ഷേ RST ഒന്നും ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ട. ക്രിട്ടിക്കൽ പോയിന്റും ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ബാക്കിയെല്ലാം പ്രൊസീജിയർ ഡിഫറെൻ്റ് ആണ്. അപ്പം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അബ്സല്യൂട്ട് മാക്സിമ എന്ന ടോപ്പിക്കിനകത്ത് നിന്ന്. നമുക്ക് ഈ മാക്സിമ മിനിമ എന്ന് പറഞ്ഞ് വരുന്ന ഈ ടോപ്പിക്കിനകത്ത് അബ്സല്യൂട്ട് മാക്സിമ മിനിമ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും ടോപ്പിക്കിനകത്ത് നിന്ന്, അതായത് നമ്മൾ കഴിഞ്ഞ ഒരു 3 വീഡിയോയും പ്ലസ് ഈ അബ്സല്യൂട്ട് മാക്സിമ മിനിമ എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക്കിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പക്ഷേ ഉറപ്പാണ് ഈ ടോപ്പിക്കിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏത് ക്വസ്റ്റ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് ഈ പറഞ്ഞ 4 വീഡിയോക്കകത്തുള്ള പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് മിക്കവാറും എക്സാമിന് വരിക. സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിട്ട് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എന്നൊരു വേർഡ് കണ്ടാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ട കാര്യം എന്തുവാണ്, നമ്മുടെ മാക്സിമം മിനിമയുടെ പ്രൊസീജിയർ പോലെ PQ RST അങ്ങ് ഫൈൻഡ് ചെയ്യരുത്. കാരണം ഒരു റീജിയൻ തന്നിട്ട് ആ റീജിയനകത്ത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂവും അല്ലെങ്കിൽ മിനിമം വാല്യൂവും ഫൈൻഡ് ചെയ്യാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടെ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് f of xy is equal to 3xy minus 6x minus 3y plus 7 in the closed triangular region 0, 0, 3, 0 and 0,5. ഒരു ട്രയാങ്കുലർ റീജിയൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വെർട്ടെക്സ് ആണ് 0, 0, 3, 0, 0, 5 തന്നിരിക്കുന്നത്. അപ്പോൾ ആ ട്രയാങ്കുലർ റീജിയനകത്തുള്ള മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഒരു റീജിയൻ തന്നിട്ട് അതിനകത്തുള്ള മാക്സിമം അല്ലെങ്കിൽ മിനിമം, ഏറ്റവും വലിയ മാക്സിമം ഓർ ഏറ്റവും ചെറിയ പോയിന്റ്, അതിനെ ഫൈൻഡ് ചെയ്യുന്നതിനാണ് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു X ആക്സിസോ Y ആക്സിസോ അങ്ങ് വരയ്ക്കാം. ഇതിൽ 0, 0 എന്ന് പറഞ്ഞാൽ ഒറിജിനാണ്, 3, 0 എന്ന് പറഞ്ഞാൽ X ആക്സിസിലെ പോയിന്റ് അല്ലേ. അതുപോലെ 0, 5 എന്ന് പറഞ്ഞാൽ Y ആക്സിസിലെ പോയിന്റ്. ഈ 3, 0യും 0, 5യും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇയാൾക്ക് പേര് കൊടുക്കാം ABC. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനകത്ത് ഉള്ള മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഈ തന്നിരിക്കുന്ന ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ വെർട്ടെക്സുകൾ, അതെപ്പോഴും നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഈ ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ വെർട്ടെക്സുകളെല്ലാം നമ്മൾ എപ്പോഴും ക്രിട്ടിക്കൽ പോയിൻ്റാണ് എടുക്കുന്നത്. ഇതല്ലാണ്ട് വേറെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്താലല്ലേ നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആരാണ് മാക്സിമം ആരാണ് മിനിമം എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ബൗണ്ടറി പോയിന്റ്സ് എപ്പോഴും നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇതിന് പുറമെ ആരാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് അടുത്ത് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ പ്രൊസീജിയർ തുടങ്ങുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം മിനിമയിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം P കണ്ടുപിടിക്കണം. P എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ F ബൈ ഡോ എക്സ്. P ഈസ് ഈക്വൽ ടു ഡോ F ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്തുവാണ്, ഡോ F ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 3y എന്നാവും. കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ബാക്കിയുള്ളത് 3y മൈനസ് 6 എന്ന് വരും അല്ലേ. -6 എക്സിൻ്റെ ഡെറിവേറ്റീവ് -6 -3yയിലും +7നകത്ത് എന്തില്ല, എക്സ് ഇല്ലാത്തതാണ്, അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. അടുത്ത Q ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോ F ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യാണ്. ഡോ F ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 3x വൈയുടെ ഡെറിവേറ്റീവ് 1 -6xൻ്റെ ഡെറിവേറ്റീവ് 0 -3yൻ്റെ ഡെറിവേറ്റീവ് -3. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും നമ്മൾ ഫൈൻഡ് ചെയ്തു. അടുത്ത് പിന്നെയും ക്യൂവിനെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. അതും അവിടെ ഉള്ള പോലെ തന്നെ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതായത് ഈ പറഞ്ഞ 3 പേരല്ലാണ്ട് വേറെ ആരെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്.
അപ്പോൾ പി ഈക്വൽ 0 ക്യൂ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പം 3y മൈനസ് 6 ഇസ് ഈക്വൽ ടു 0യിൽ നിന്ന് 3y ഈക്വൽ ടു 6 എന്ന് കിട്ടും, y ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതുപോലെ ക്യൂ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 3x മൈനസ് 3 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് വരുന്നത്? 3x ഇസ് ഈക്വൽ ടു 3 എന്ന് വരും, x ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. Therefore the critical point is എക്സിൻ്റെ വാല്യൂ ആദ്യം 1, വൈയുടെ വാല്യൂ 2, 1,2 നമുക്ക് വാല്യൂ കിട്ടി. അപ്പോൾ ഈ 1,2 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിന് നേരെ ഈ 1ഉം വൈ ആക്സിസിന് നേരെയുള്ള ഈ പോയിന്റ് 2, ഇവിടെ എവിടെയാണ് ഈ 1,2 എന്നുള്ള പോയിന്റ് വന്നത്. അപ്പം നമ്മുടെ ഈ ബൗണ്ടറിയിലുള്ള 3 പോയിന്റ് അല്ലാതെ അകത്ത് നമുക്ക് 1,2 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി നമ്മൾ നോക്കുന്നത് ഈ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിടപ്പുണ്ടോ എന്നാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ബൗണ്ടറിയിൽ എവിടെയെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണേ. അതായത് ഇതിപ്പോൾ നമ്മുടെ ഒരു പ്ലോട്ടാണെന്ന് വിചാരിക്കും, ഇവിടെ തെങ്ങ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് മിക്കവാറും രാത്രിയാകുമ്പം തേങ്ങ വീണ് കിടക്കത്തില്ലേ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് പോവുകയാണ്, ഈ പറമ്പിലെങ്ങാനും വല്ല തേങ്ങ വീണ് കിടപ്പുണ്ടോ, അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിന്റ് ഒരെണ്ണം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് പറമ്പിനകത്ത് കിടന്നതാണ്. അപ്പോൾ അടുത്ത് പിന്നെ നമ്മുടെ വീട്ടിലും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അവർ ഇതിൻ്റെ അതിരിലൂടെ ഇങ്ങനെ ബൗണ്ടറിയിലൂടെ ഇങ്ങനെ നടന്നു നോക്കും, എങ്ങാനും എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ബൗണ്ടറിയിലൂടെ നമ്മൾ അതുകൊണ്ട് നടന്നു നോക്കുകയാണ്. എ ബി നടക്കും, ദെൻ ബി സിയിലൂടെ നടക്കും, ദെൻ സി എയിലൂടെ നടക്കും. ഇതാണ് നമ്മുടെ ബൗണ്ടറി. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറിയാണ് എ ബി ബി സി സി എ എന്ന് പറയുന്നത്. ഈ ബൗണ്ടറിയിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനം വീണ് കിടപ്പുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എന്താണ്, അത് ക്രിട്ടിക്കൽ പോയിന്റ്. നമ്മൾ അതിനെ എടുത്തിട്ട് വരും. ആ ക്രിട്ടിക്കൽ പോയിന്റും ചിലപ്പോൾ നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ മിനിമം തരുന്ന ആളാവാം. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഇതിനകത്തുള്ള ആളുണ്ടോ എന്നാണ് ഈ ചെക്ക് ചെയ്യുന്നത്. അകത്ത ആളെ കിട്ടി. ഇനി ചെക്ക് ചെയ്യേണ്ടത് ബൗണ്ടറിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഓരോരുത്തരായിട്ട് എടുക്കുകയാണ്. ആദ്യം ഞാൻ എയിലാണ് നിൽക്കുന്നത്, എയിന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എലോങ് എ ബി എന്നുള്ള ലൈനാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്യുന്നത്. എ ബി എന്ന് പറയുന്നത് എന്താണ്? ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ. എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0 ആണ്. കാരണം അത് എക്സ് ആക്സിസ് ആയത് കാരണം. എനിക്കിപ്പോൾ എങ്ങനെയാണ് എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0 എന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0 ആണ്, y ആക്സിസിൻ്റെ ഇക്വേഷൻ x ഈക്വൽ ടു 0 ആണ്. അതങ്ങനെ ഓർത്ത് വെച്ചോളൂ. വേറൊരു രീതിയിൽ വേണമെങ്കിൽ ഓർമ്മിക്കാം. 2 പോയിന്റ് ഇത് കിടക്കുന്നുണ്ട്, 0 0 3 0. ഇവിടെ രണ്ടിടത്തും ആരാണ് ഒരേപോലെ വാല്യൂ? y ഈക്വൽ ടു 0 0. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 0 ആണ്. അങ്ങനെ ഓർത്ത് വെക്കാം. അതുപോലെ ഇവിടെ 2 പോയിന്റ്സ് കണ്ടോ, 0 0 0 5. അവിടെ എക്സിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഇല്ല. സോ ആ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എപ്പോഴെങ്കിലും 2 പോയിന്റ് കിട്ടിയിട്ട് അതിൽ ഏത് കോർഡിനേറ്റ് ആണോ ചേഞ്ച് ഇല്ലാണ്ട് സെയിം ആയിട്ട് നിൽക്കുന്നത് അതിന് നമ്മൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്ന പോയിന്റ്. ഓക്കെ, ഇവിടെ ചേഞ്ച് ഇല്ലാത്തത് 0 ആണ്. അതുകൊണ്ടാണ് y ഈക്വൽ ടു 0 ആണ് എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ. y ഈക്വൽ ടു 0 ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ഇല്ലേ. എഫ് ഓഫ് എക്സ് വൈ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു 3xy മൈനസ് 6x മൈനസ് 3y പ്ലസ് 7ൽ ഞാൻ y ഈക്വൽ ടു 0 എന്ന് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ വൈയുടെ സ്ഥാനത്ത് ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ മാറും? എഫ് ഓഫ് എക്സ് കോമ വൈയുടെ സ്ഥാനത്ത് 0 കൊടുത്തു. അപ്പോൾ ഇത് 3 × x × 0 0 minus 6x minus 0 plus 7 or f of x is equal to minus 6x plus 7 എന്ന് കിട്ടും. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യണം. ഒരൊറ്റ വേരിയബിൾ ഉള്ള ആളെ കിട്ടി. +2 പഠിച്ച കാര്യം ഓർമ്മിക്കുക. എഫ് ഓഫ് എക്സ് തന്നിട്ട് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഫൈൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ എഫ് ഡാഷ് ഫൈൻഡ് ചെയ്യും. എഫ് ഡാഷ് ഫൈൻഡ് ചെയ്യുന്നത് എന്തുവാ? എഫ് ഡാഷ് ഫൈൻഡ് ചെയ്യും, എഫ് ഡബിൾ ഡാഷ് ഫൈൻഡ് ചെയ്യും. എഫ് ഡാഷ് ഫൈൻഡ് ചെയ്യുന്നതിന് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും. ആ എക്സിൻ്റെ വാല്യൂവിനെ കൊണ്ട് എഫ് ഡബിൾ ഡാഷ് കൊടുക്കുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഒന്നുകൂടെ പറയാം. നമ്മൾ എഫ് ഓഫ് എക്സ് തന്നിട്ട് അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യും. എഫ് ഡാഷ് എക്സിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് നമുക്കൊരു വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ അവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ്. ആ പോയിന്റിനെ കൊണ്ട് എന്ത് ചെയ്യും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഡബിൾ ഡാഷ് ഫൈൻഡ് ചെയ്തിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമവും, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ലെസ് ദാൻ എഫ് ഡാഷ് ഓഫ് എ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനെ മാക്സിമം എന്നാണ് നമ്മൾ പറയാറ്. +2 ചെയ്തത്. അപ്പോൾ അത് പ്രൊസീജിയർ ഞാനിവിടെ കടം എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് എന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. -6x + 7ൻ്റെ ഡെറിവേറ്റീവ് -6 എന്നാണ് കിട്ടിയത്. എനിക്ക് കോൺസ്റ്റൻ്റ് ആണ് കിട്ടണമെങ്കിൽ എനിക്ക് ഇനി അടുത്ത് എഫ് ഡബിൾ ഡാഷ് ഫൈൻഡ് ചെയ്യുമ്പോൾ അത് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ എനിക്കിവിടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എനിക്കിവിടെ ക്രിട്ടിക്കൽ പോയിന്റേ ഇല്ല. എഫ് ഡാഷ് ഓഫ് എക്സിന് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് -6 എന്ന് എനിക്ക് കിട്ടിയാൽ പോലും എന്തുവാണ് എനിക്ക് അതിനെക്കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എഫ് ഡബിൾ ഡാഷ് ഇല്ല. സോ നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, എഫ് ഡാഷ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് കിട്ടുകയാണെങ്കിൽ there is no critical point. എനിക്കൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടിയാൽ മാത്രമേ
മാത്രമേ മുന്നോട്ട് കഥ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിനെ ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് എക്സിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നതല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്. എനിക്കിവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോഴേ മൈനസ് എക്സിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എഫ് ഡാഷ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ദർ ഇസ് നോ ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെ എന്തില്ല? ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. ഓക്കെ, നമ്മൾ +2 പഠിച്ച കാര്യമാണ് അവിടെ ഓർക്കേണ്ടി വന്നത്. അപ്പോൾ ആ ബൗണ്ടറിയിൽ നമ്മൾ അന്വേഷിച്ച് പോയ ക്രിട്ടിക്കൽ പോയിന്റ് ഒന്നും വീണ് കിടപ്പില്ല. അപ്പോൾ അടുത്ത് നമ്മൾ എലോങ് BC നടന്നു നോക്കുകയാണ്. എലോങ് BCയിലൂടെ നടന്നു നോക്കണമെങ്കിൽ എനിക്ക് ലൈൻ്റെ ഇക്വേഷൻ വേണം. ആ ലൈൻ ഇവിടെ എനിക്ക് ലൈൻ്റെ ഇക്വേഷൻ അറിയായിരുന്നു. ഇവിടെ ഞാൻ നോക്കുമ്പോൾ 3 0 0 5 ഉള്ള എക്സ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 3ൽ നിന്ന് 0 വൈ ഓർഡിനേറ്റ് 0ൽ നിന്ന് 5 ആവുന്നു. രണ്ടുപേരും ചേഞ്ച് ചെയ്യണം, ആദ്യം സെയിം ഇല്ല. അപ്പോൾ എനിക്ക് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉള്ളപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, x1 y1 x2 y2 ദ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ്, x1 y1 and x2 y2 is ഇങ്ങനെ പഠിച്ചിട്ടില്ലേ, x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1 നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ഫോർമുലയ്ക്കകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഈ പ്രോബ്ലത്തിനകത്ത് എലോങ് എന്താ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, BC എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. B എന്ന് പറയുന്ന പോയിന്റാണ് നമ്മുടെ x1 y1. അപ്പോൾ x1 y1 is equal to B, അതെന്താണ് 3, 0. x2 y2 എന്ന് പറയുന്നതാണ് നമ്മുടെ C, അതിവിടെ എന്തായിരുന്നു 0, 5. ഞാൻ ഈ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം y മൈനസ് y1 ഈ ടേമിനാണ് ഞാൻ ആദ്യം എഴുതുന്നത്. y മൈനസ് y1 0 ബൈ y2 എന്ന് പറയുന്നത് 5 മൈനസ് 0 is equal to x മൈനസ് x1 എന്ന് പറയുന്നത് 3 ആണ് ബൈ x2 മൈനസ് ദറ്റ് ഇസ് 0 മൈനസ് 3 എന്ന് വരുന്നുണ്ട് അല്ലേ. x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 0 മൈനസ് 3 എന്നാണ് വരുന്നത്. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു y ബൈ 5 ഇസ് ഈക്വൽ ടു x മൈനസ് 3 ബൈ മൈനസ് 3. ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. -3നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മൈനസ് 3y ഇസ് ഈക്വൽ ടു 5x മൈനസ് 15. ഞാൻ എക്സിനെ ഇങ്ങോട്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 5x മൈനസ് 15 ആയി. ഓക്കെ, ഇതിന് y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ -5/3x -15ഉം ഈ -3 താഴേക്ക് വരുമ്പോൾ അത് +5 എന്നാകത്തില്ലേ. ഞാൻ ഈ -3 കൊണ്ട് രണ്ടിനെ ഡിവൈഡ് ചെയ്തു. -3 താഴേക്ക് കൊണ്ടുവരുന്നത് ദ ഹോൾ ബൈ -3 വരത്തില്ലേ. ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -5/3x എന്നും -15/-3 ആണ് +5. അപ്പോൾ എനിക്ക് വൈയുടെ വാല്യൂ കിട്ടിയേ. നേരത്തെ ഇക്വേഷൻ y = 0 ആണെങ്കിൽ ഇവിടെ എനിക്ക് വൈയുടെ ഒരു വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ f(x, y) കണ്ടോ, f(x, y) is equal to 3xy മൈനസ് 6x മൈനസ് 3y പ്ലസ് 7 ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ വൈയുടെ സ്ഥാനത്ത് എനിക്കിപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് f(x, മൈനസ് 5/3x പ്ലസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, 3 × x × y എന്ന് പറയുന്നത് -5/3x പ്ലസ് 5 മൈനസ് 6x മൈനസ് 3 × -5/3x പ്ലസ് 5 പ്ലസ് 7. ബാക്കി ഇനി അകത്തേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അകത്തേക്ക് 3x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, 3x × -5/3 3 3 ക്യാൻസൽ ആയിട്ട് -5x ആവുന്നുണ്ട്. 3x × 5 എന്ന് പറയുമ്പോഴേക്കും +15x ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, -6x ഇവിടെ കിടപ്പുണ്ട്, അത് ഞാൻ അതുപോലെ തന്നെ എഴുതി. അടുത്ത് -3 അകത്തേക്ക് പോകുമ്പോൾ -3 × -5/3 3 പോയിട്ട് അത് +5x ആ വരുന്നത്. -3 പ്ലസ് 5 എവിടെ ഉള്ളത്, സോ അത് -15 ആവുന്നത്. പിന്നെ ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത് ഒരു 7 ആണ്, അപ്പോൾ അത് ഞാൻ എഴുതി. ഓക്കെ, അപ്പോൾ -5 3x ഇവിടെ -5/3x ഉണ്ടായിരുന്നേ. സോ 3x -5/3x കൂടെ ചേരുമ്പോൾ -5x² എന്നാണ് വരുന്നത്. സോ -5x² പ്ലസ് 15x മൈനസ് 6x പ്ലസ് 5x മൈനസ് 15 പ്ലസ് 7. ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യട്ടെ. x² ഉള്ള ടേം -5x² കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല, അതുപോലെ തന്നെ എഴുതി. ഈ 15xും -6xും പ്ലസ് 5xും കൂടെ പ്ലസ് 14x ആവുകയാണ്, -8. ഓക്കെ, -15 പ്ലസ് 7 ആണ് -8 എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് എന്ത് വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വന്നതുപോലെ എക്സിൻ്റെ മാത്രം ടേമിലുള്ള ഒരു ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്, എക്സ്പ്രഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, f(x) ഫൈൻഡ് ചെയ്യുക. f(x) ഫൈൻഡ് ചെയ്യുമ്പോൾ -10x, x² ഡെറിവേറ്റീവ് 2x × -5 ആണ്, -10x പ്ലസ് 14. കോൺസ്റ്റന്റ് അല്ല, ഒരു എക്സ്പ്രഷൻ കിട്ടി. നമ്മളിങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യണേ, ഈ f' ഫൈൻഡ് ചെയ്തിട്ട് f' 0ക്ക് ഇക്വേറ്റ് ചെയ്യും. സോ f' is equal to 0 implies -10x plus 14 equal to 0.
മൈനസ് 10x പ്ലസ് 14 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ശ്രദ്ധിക്കണേ, മൈനസ് 10x പ്ലസ് 14 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മൈനസ് 10x ഇസ് ഈക്വൽ ടു 14 എന്നും മൈനസ് 10x ഇസ് ഈക്വൽ ടു മൈനസ് 14 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 14 എന്നാവും. Therefore x is equal to 14/10 or 7/5 എന്ന് വരുന്നുണ്ട്. ഒന്നുകൂടെ ഞാനിവിടെ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ബി സി എന്ന് പറയുന്ന ലൈനിലൂടെ പോകുമ്പോൾ ആ ബി സി തന്നെ ലൈനിൻ്റെ ഇക്വേഷൻ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ലൈനിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യണം. നമുക്ക് ആ ലൈനിൻ്റെ 2 എൻഡ് പോയിന്റ് അറിയാം, 30 05. അപ്പോൾ നമുക്കൊരു ഫോമുല അറിയാം, ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 2 points x1 y1 and x2 y2 എന്ന് പറഞ്ഞാൽ x minus x1 by x2 minus x1 is equal to y minus y1 by y2 minus y1 എന്ന്. അപ്പോൾ ഈ ഫോമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ബി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ x1 y1 എന്ന് എടുത്തു, സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ x2 y2 എന്ന് എടുത്തു. ഈ ഫോമിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു y ഈക്വൽ ടു എന്നോ x ഈക്വൽ ടു എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലോട്ട് ആക്കുക. ഞാനിവിടെ y ഈക്വൽ ടു എന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ തന്നിട്ടുണ്ട് ഫംഗ്ഷനിലെ f of x yയിൽ വൈയുടെ സ്ഥാനത്ത് അയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ ഇക്വേഷനിൽ ഓർമ്മയില്ലേ, y ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ട് വൈയുടെ സ്ഥാനത്ത് അതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ y ഈക്വൽ ടു മൈനസ് 5/3 x പ്ലസ് 5 കിട്ടിയുകൊണ്ട് ഈ തന്നിട്ടുണ്ടായിരുന്ന എക്സ്പ്രഷനകത്ത് വൈയുടെ സ്ഥാനത്ത് ഞാൻ അയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എല്ലാ എക്സിൻ്റെ ടേമിലുള്ള ഒരു എക്സ്പ്രഷനാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അയാളുടെ മാക്സിമം അല്ലെങ്കിൽ മിനിമം ഫൈൻഡ് ചെയ്യാനായിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ അറിയാം. എങ്ങനെയാണ്, അതിന് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തിട്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന്. അപ്പോൾ ഇവിടെ ഞാൻ f dash of x ഫൈൻഡ് ചെയ്തു, f dash xനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് x ഈക്വൽ ടു 7/5 എന്ന് കിട്ടി. തീർന്നില്ല, എനിക്കിവിടെ ക്രിട്ടിക്കൽ പോയിന്റ് എക്സിൻ്റെ അല്ല വേണ്ട, എനിക്ക് ഓർഡർഡ് പെയർ x, y എന്നുള്ള ഫോമുല വേണ്ടേ. അപ്പോൾ എക്സ് കിട്ടിയല്ലോ 7/5, y ഈക്വൽ ടു എന്നുള്ള ഈ ഇക്വേഷനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എനിക്ക് എന്ത് കിട്ടും, വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇപ്പോൾ കിട്ടിയ എക്സ് എന്ന് പറഞ്ഞ് കിട്ടിയ വാല്യൂ 7/5ന് വൈയുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y ഈക്വൽ ടു നമ്മൾ എന്താ എഴുതിയിരുന്നത്, y is equal to മൈനസ് 5/3x പ്ലസ് 5 എന്നാണ് എഴുതിയിരുന്നത്. വേർ x is equal to 7/5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x equal to 7/5, ഇതിപ്പോൾ എങ്ങനെ വരും, മൈനസ് 5/3 ഇൻറ്റു 7/5 പ്ലസ് 5. 5ഉം 5ഉം ക്യാൻസലായി, മൈനസ് 7/3 പ്ലസ് 5 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 8/3 എന്ന് വന്നു, which is equal to 8/3. Therefore the critical point is 7/3, 8/3. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്, നമ്മുടെ നേരത്തെ ഈ ബൗണ്ടറിക്കകത്ത് ഈ ബി സി എന്ന് പറയുന്ന ഈ ലൈനിനകത്ത് 7/3, 8/3 എന്ന് പറഞ്ഞിട്ടൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഇവിടെ കിട്ടി. ഈ 0 0 3 0 0 5 ക്രിട്ടിക്കൽ പോയിന്റ് ആയിരുന്നു. അതിന് പുറമെ നമ്മൾ നോർമൽ രീതിയിൽ ക്രിട്ടിക്കൽ പോയിന്റിന് അകത്തൊരാളെ ഫൈൻഡ് ചെയ്തു. ഇപ്പോൾ ഈ ബൗണ്ടറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ബൗണ്ടറിയിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി, അതാണ് 7/3, 8/3. ഇനി തീർന്നില്ലല്ലോ, ഇപ്പോൾ എ ബി നടന്നു നോക്കി, ബി സിയിൽ നടന്നു നോക്കി, ഇനി അടുത്ത് എവിടെയാണ്, സി എയിലൂടെ നടന്നു നോക്കണം, അവിടെ എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കണം. അപ്പം സി എ എന്ന് പറയുന്ന പോയിന്റിലൂടെ നടന്നു നോക്കുമ്പോൾ അലോങ് സി എ അപ്പം നോക്കിക്കേ, സി എ എന്ന് പറയുന്ന ലൈൻ എന്തായിരുന്നു, സി എ എന്ന് പറയുന്ന ലൈൻ ഇതായിരുന്നു, വൈ ആക്സിസ് ആയിരുന്നു. വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എപ്പോഴും എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ. അത് ഇങ്ങനെ എക്സ് ഈക്വൽ ടു 0 എന്ന് കാണാൻ പഠിക്കാൻ വയ്യാത്തവർ എങ്ങനെ ഓർത്തിരുന്നാൽ മതി, ഈ 2 പോയിന്റ് അറിയാം, ആ 2 പോയിന്റ് ഇടയ്ക്കുള്ള ഇക്വേഷൻ അറിയണമെങ്കിൽ ആ 2 പോയിന്റിൽ ഏതെങ്കിലും ഓർഡിനേറ്റ് സെയിം ആണെങ്കിൽ, ഇവിടെ ഇപ്പോൾ എക്സ് ഓർഡിനേറ്റ് 0 ആണ്, അപ്പോൾ അതായിരിക്കും ആ ലൈനിൻ്റെ ഇക്വേഷൻ, എക്സ് ഈക്വൽ ടു 0 എന്നായിരിക്കും ആ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ എക്സ് ഈക്വൽ ടു 0 എന്നാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ, അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതുന്നത്, എക്സ് ഈക്വൽ ടു 0 എന്നാണ് സി എ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ, അത് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് കോമ വൈ നമ്മൾ എടുത്ത് എഴുതുവാണ്. എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ക്വസ്റ്റ്യനകത്ത്, 3xy മൈനസ് 6x മൈനസ് 3y പ്ലസ് 7 അല്ലേ. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും, എഫ് ഓഫ് 0, y ഇസ് ഈക്വൽ ടു എക്സ് 0 വരുമ്പോൾ ഫസ്റ്റ് 2 ടേമും 0 ആവും, മൈനസ് 3y പ്ലസ് 7 മാത്രമേ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്ത് വേരിയബിളാണ് ഉള്ളത്, y മാത്രം. കഴിഞ്ഞ പ്രോബ്ലത്തിലേക്ക് എക്സ് മാത്രമാണ് വേരിയബിൾ എങ്കിൽ ഇവിടുത്തെ വേരിയബിൾ y മാത്രമാണ്, മൈനസ് 3y പ്ലസ് 7. അപ്പോൾ നമ്മളിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എഫ് ഡാഷ് ഓഫ് വൈ ഫൈൻഡ് ചെയ്യുമ്പോൾ മൈനസ് 3 എന്നാണ് കിട്ടുന്നത്, കോൺസ്റ്റൻ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ എ ബി ഫൈൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കണുണ്ടോ, ഒരു എഫ് ഡാഷ് ഫൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ദർ ഈസ് നോ ക്രിട്ടിക്കൽ പോയിന്റ് എന്നേ അവിടെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, therefore there is no critical point, അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല നമുക്ക്. നമ്മളിപ്പോൾ എന്ത് ചെയ്യണു, ആ ലൈനിനകത്ത് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല, നമുക്ക് ബാക്കിയെല്ലാം ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇനി വേറെ ഒന്നുമില്ല. ഞാൻ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അകത്ത് ഒരാളുണ്ടായിരുന്നു, 1,2 ബൗണ്ടറി പോയിന്റ്സ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതിന് പുറമെ നമുക്ക് ഈ 7/3, 8/3 ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കിട്ടി. ഈ ക്രിട്ടിക്കൽ പോയിന്റ് എല്ലാം നമുക്ക് ആ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്
നമുക്ക് എടുത്തെഴുതാം. ക്രിട്ടിക്കൽ പോയിന്റ് എന്തൊക്കെയായിരുന്നു നമുക്ക് വന്നത്? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞ് കിട്ടിയത് ആദ്യം അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്ന ബൗണ്ടറി പോയിന്റ് 0,0, അടുത്ത് എന്തായിരുന്നു 3,0, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 0,5. ദെൻ നമുക്ക് ആദ്യം കിട്ടിയ പോയിന്റ് 1,2, ദെൻ എന്തായിരുന്നു ലാസ്റ്റ് പോയിന്റ് 7/5, 8/3. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? f(x, y) = 3xy - 6x - 3y + 7. ഞാൻ അതിനകത്ത് ഈ ഓരോ ക്രിട്ടിക്കൽ പോയിന്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആദ്യം 0,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 7 ആണ്. എക്സിന് 3യും വൈക്ക് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -6 × 3 + 7 എന്ന് പറയുമ്പോഴേക്കും അത് -11 ആണ് വരുന്നത്. എക്സിന് 0യും വൈക്ക് 5യും കൊടുക്കുമ്പോൾ -15 + 7 എന്ന് പറയുമ്പോൾ ഇത് -8 ആണ് വരുന്നത്. എക്സിന് 1ഉം വൈക്ക് 2യും കൊടുക്കുമ്പോൾ 6 -6 -3 അപ്പോൾ -6 വരും +7 വരും. അപ്പോൾ 6 - 6 - 6 + 7 എന്ന് പറഞ്ഞാൽ അത് 1 ആണ് വരുന്നത്. ദെൻ 7/5, 8/3 കൊടുക്കുമ്പോഴേക്കും 3 × 7/5 × y എന്ന് പറയുന്നത് 8/3 -6 × x എന്ന് പറയുന്നത് 7/5 -3 × 8/3 + 7. ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് 3 ക്യാൻസൽ ആവുന്നുണ്ട്. സോ ദിസ് ഈക്വൽ ടു ആൻസർ കിട്ടിയിരിക്കുന്നത് 9/5 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 9/5. ഇനി നമുക്ക് നോക്കിക്കുക, ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 7 ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ. അത് കിട്ടാൻ കാരണമായ പോയിന്റ് ഏതാണ്? 0,0. Therefore the absolute maximum value is the absolute maximum value is 7 and absolute maximum point, and the absolute maximum point is 0,0. അതേപോലെ the absolute minimum value എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുവാണ്? ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ -11 ആണ്. is -11 and the absolute minimum point എന്ന് പറയുന്നത് ആ -11 കിട്ടാൻ കാരണമായ പോയിന്റ് എന്താണ്? 3,0. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ പ്രോബ്ലം പോലെ തന്നെയാണ്. മാക്സിമം മിനിമയിൽ നിന്ന് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പിയും ക്യൂവും ഫൈൻഡ് ചെയ്ത് അതിന് ഡയറക്റ്റായിട്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യും. അല്ലാതെ RST ഇവിടെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നില്ല. RT - S² ഒന്നും ഇവിടെ വേണ്ട. അടുത്ത് നമ്മൾ ഒരു റീജിയൻ തന്നിട്ട് അതിനകത്ത് മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ റീജിയൻ അകത്തുള്ള ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ റീജിയൻ്റെ ബൗണ്ടറി കൂടെ ഒന്ന് നടന്ന് നോക്കണം. അവിടെ എവിടെയെങ്കിലും ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കുകയാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ബൗണ്ടറിയിലൂടെ നടന്നു പോയി ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചെടുത്തിട്ട് ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു തിയറം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ പോയിന്റ്സ് ഒന്നും ശരിക്കും കണ്ടുപിടിച്ചില്ലെങ്കിലും ഒരു തിയറം ഉണ്ട്. ആ തിയറം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റീജിയൻ്റെ വെർട്ടെക്സിനകത്ത് നിന്ന് തന്നെ കിട്ടും. അത് 0,03005 അകത്ത് നിന്ന് തന്നെ കിട്ടും. ഇങ്ങനൊരു തിയറം ഞാൻ MCQ എന്തോ പഠിക്കുമ്പം വായിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ ആ തിയറം ഈ പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം കറക്റ്റ് തന്നെയാണ് കേട്ടോ. വെർട്ടെക്സിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് അബ്സല്യൂട്ട് മാക്സിമം പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടുപിടിക്കുന്ന പോയിന്റ്സിൽ നിന്ന് മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. എൻ്റെ ഒരു ചെറിയ ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അങ്ങനെ ഒരു തിയറം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ തിയറം വെച്ച് നോക്കുമ്പോഴും ഈ വരുന്ന കണ്ടീഷനും കറക്റ്റാണ്. വെർട്ടെക്സിൽ നിന്ന് തന്നെ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് f(x, y) is equal to xy - 4x in the triangular region with vertices 0, 0, 4, 0 and 0, 4. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുന്നേ ചെയ്തതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കിവിടെയും ഒരു ട്രയാങ്കിൾ റീജിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ ആദ്യം നമ്മുടെ റീജിയൻ ഒന്ന് വരയ്ക്കാം. ട്രയാങ്കിൾ റീജിയൻ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. 0, 0 എന്ന് പറയുന്ന വെർട്ടെക്സ് ആണ്. ദെൻ 4, 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലൊരു പോയിന്റ് ആണ്. 0,4 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ പോയിന്റ് ആണ്. ആ വൈ ആക്സിസിലെ എക്സ് ആക്സിലെയും പോയിന്റിനെ കൂടെ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി പേര് കൊടുക്കാം ABC എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രയാങ്കിൾ ഷേപ്പ്. ഇതിനകത്തായിരിക്കും നമുക്ക് മാക്സിമം മിനിമം കണ്ടുപിടിക്കേണ്ടത്. ഈ റീജിയൻ അകത്ത് വരുന്ന മാക്സിമം അല്ലെങ്കിൽ മിനിമമാണ് നമ്മൾ അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ മിനിമം എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാണ്ട് ഈ പറഞ്ഞ 3 പേരും എന്തുവാണ്? ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ഇതിന് പുറമെ വേറെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ f(x, y) സബ്സ്റ്റിറ്റ്യൂട്ട്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന വെർട്ടെക്സുകളല്ലാണ്ട് വേറെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കലാണ് ഫസ്റ്റ് പണി. അപ്പോൾ അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? പിയും ക്യൂവും ഫൈൻഡ് ചെയ്യണം. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് വൈ മൈനസ് 4x ഡെറിവേറ്റീവ് 4. ക്യൂ ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ വൈ. അവിടെ എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ആണ്, കാരണം വൈയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് 4x എന്ന് പറയുന്നതിനകത്ത് എന്തില്ല? വൈ ഇല്ല. അപ്പോൾ അത് 0. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത് പിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യും, ക്യൂവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യും. പി എന്ന് പറഞ്ഞാൽ വൈ മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അവിടുന്ന് വൈ ഈക്വൽ ടു 4 എന്നാണ് കിട്ടുന്നത്. ക്യൂവിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 0. ദെർഫോർ ദ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ ദെൻ വൈയുടെ വാല്യൂ 0,4. അത് നമുക്കിവിടെ ഉള്ള പോയിന്റ് തന്നെയല്ലേ? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള വെർട്ടെക്സ് തന്നെയാണ് നമുക്ക് കിട്ടിയത്, പുതിയതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് എന്ത് ചെയ്യാണ്? എലോങ് ആദ്യം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ബൗണ്ടറിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വീണ് കിടപ്പുണ്ടോ നോക്കാൻ. എലോങ് എ ബി. എ ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ, എക്സ് ആക്സിനകത്ത് വൈ ആണ് ഓർഡിനേറ്റ് ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നത്. സോ വൈ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇക്വേഷൻ. നിങ്ങളുടെ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എക്സ് വൈ മൈനസ് 4x ആണ് അല്ലേ? അപ്പം അതിൽ വൈക്ക് 0 കൊടുക്കുമ്പം എഫ് ഓഫ് എക്സ് കോമ 0 ഇസ് ഈക്വൽ ടു 0 മൈനസ് 4x. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x എന്ന് കിട്ടി, മൈനസ് 4x എന്ന് കിട്ടി. അപ്പോൾ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് മാത്രമാണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിയ ഉടനെ അതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യും. എഫ് ഡാഷ് ഫൈൻഡ് ചെയ്യുമ്പോൾ -4 എന്ന് കിട്ടും. എഫ് ഡാഷ് കോൺസ്റ്റന്റ് ആയാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. therefore there is no critical point. ആ എ ബി എന്ന് പറയുന്ന ലൈനിനകത്ത് ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. there is no critical point. അവിടെ എന്തില്ല? ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. ഓക്കെ, അത് കളഞ്ഞു. അടുത്ത ലൈൻ എടുക്കുവാണ്. എലോങ് ബി സി. ബി സിയിലൂടെ നമ്മൾ നടന്നു നോക്കുകയാണ്. അവിടെ വല്ല ക്രിട്ടിക്കൽ പോയിന്റ് വീണ് കിടപ്പുണ്ടോ എന്ന് നോക്കാം. ബി സി എന്ന് പറയുന്ന ലൈൻ 40യും 04ഉം രണ്ടും ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് അറിയാമല്ലോ. സോ ഇവിടുത്തെ ആ രണ്ട് പോയിന്റിനെ നമുക്ക് x1 y1 എന്ന് എടുക്കാം. ബി എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ x1 y1 എന്ന് എടുത്തത്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് x2 y2 എന്ന് പറഞ്ഞ് സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അതെന്തായിരുന്നു? 0,4. നമ്മുടെ ഫോമുല എന്താണ്? y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 ബൈ y2 മൈനസ് y2 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 0 ഇസ് ഈക്വൽ ടു x മൈനസ് x1 എന്ന് പറഞ്ഞാൽ 4 ആണ് ബൈ x2 മൈനസ് 0 മൈനസ് 4. Okay, that is y by 4 is equal to x minus 4 by minus 4. 4ഉം 4ഉം അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. ഈ മൈനസ് അങ്ങ് മുകളിലേക്ക് എടുക്കുമ്പം y is equal to 4 minus x എന്ന് കിട്ടി. മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് പ്ലസ് 4 എന്നല്ലേ ആവണേ? ഞാൻ ആദ്യം പോസിറ്റീവ് ക്വാണ്ടിറ്റി എഴുതി, പിന്നെ നെഗറ്റീവ് ക്വാണ്ടിറ്റി എഴുതി, അങ്ങനെ. അപ്പോൾ y ഈക്വൽ ടു 4 മൈനസ് എക്സ് എന്ന് കിട്ടി. അയാൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫ് ഓഫ് എക്സ് കോമ വൈ എന്തുവാണ്? എക്സ് വൈ മൈനസ് 4x ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ. അതിൽ എക്സ് വൈയുടെ സ്ഥാനത്ത് 4 മൈനസ് എക്സ് കൊടുക്കുമ്പോൾ ഇത് എക്സ് ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്താ വരേണ്ടത്? 4 മൈനസ് എക്സ് മൈനസ് 4x എന്ന് വന്നു. എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് മൈനസ് 4x. 4xും മൈനസ് 4xും ക്യാൻസലായി പോയി. എന്ത് കിട്ടി നമുക്ക്? മൈനസ് എക്സ് സ്ക്വയർ എന്ന ആൻസർ കിട്ടി. അപ്പം നമ്മുടെ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? മൈനസ് എക്സ് സ്ക്വയർ എന്ന് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 2x ആണ്. എഫ് ഡാഷ് കിട്ടി. അത് കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് മൈനസ് 2x ഇസ് ഈക്വൽ ടു 0. മൈനസ് 2x ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈ എക്സ് ഈക്വൽ ടു 0നെ കൊണ്ട് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 മൈനസ് എക്സ് ആണ്. അവിടെ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്തെന്നാണ് കിട്ടിയത്? ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് അത് എക്സിൻ്റെ വാല്യൂ ദെൻ വൈയുടെ വാല്യൂ. അതാണ് നമുക്ക് നേരത്തെ കിട്ടിയത് 0,4. നമുക്കിവിടെ തന്നിരുന്ന വെർട്ടെക്സുകളിലൊരു പോയിന്റാണ് ഈ 0,4. അപ്പോൾ ഈ 0,4 അല്ലാതെ വേറെ ഒരു പോയിന്റ് എനിക്ക് എന്തായിട്ട് കിട്ടുന്നില്ല? ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് ഇതുവരെ കിട്ടിയില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 3 പോയിന്റിൽ ഈ 0,4 തന്നെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് പഴയ പ്രോബ്ലത്തിൽ പോലെ ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമ്മൾ കളഞ്ഞു. അടുത്ത എലോങ് സി എ നോക്കുവാണ്. സി എ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിന്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ എന്തുവാണ്? എക്സ് വൈ മൈനസ് 4x എന്ന. അതിൽ എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായി പോവാണ്? 0 ആയി പോവാണ്. എഫ് ഓഫ് വൈ എ ഇല്ല. പിന്നെ ഇങ്ങനെ എഫ് ഡാഷ് ഓഫ് വൈ ഫൈൻഡ് ചെയ്യണം. എഫ് ഡാഷ് ഓഫ് വൈ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. therefore there is no critical point. അവിടെ എന്തില്ല? ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. therefore there is no critical point. ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല.
അപ്പോൾ നമുക്ക് ആകെ ക്രിട്ടിക്കൽ പോയിന്റ് തന്നിട്ടുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിട്ടിക്കൽ പോയിന്റ് ഒരു കോളമായിട്ട് എഴുതുന്നു. ദെൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിവിടെ എന്തായിരുന്നു, എക്സ് വൈ മൈനസ് 4x അടുത്ത റോയിൽ എഴുതുന്നു. ക്രിട്ടിക്കൽ പോയിന്റ് എന്തൊക്കെ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, തന്നിട്ടുണ്ടായിരുന്ന ആ 3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടില്ല. തന്നിട്ടുണ്ടായിരുന്ന 3 പേര് ആരൊക്കെയാ, 0,0, ദെൻ 4,0 ആൻഡ് 0,4. എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ 0 - 0 0 ആവുകയാണ്. അടുത്ത് 4,0 എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം 4 × 0 0 മൈനസ് 4 × 4 -16 വരുവാണ്. അടുത്ത് നോക്കിക്കേ, 0,4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് 0യും വൈക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന് 0 എടുക്കുമ്പോൾ ഈ 2 ടേം 0 ആയി പോവല്ലേ, അപ്പോൾ അവിടെയും 0 ആയി പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ്, അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ 0 ആണ്. മാക്സിമം എന്ന് പറഞ്ഞ പോയിന്റ് എന്താ, ഇവിടെ 0 ആണ്. അത് ഏതൊക്കെ പോയിന്റ് കിട്ടുന്നുണ്ട്, 0 0യും 0 4ലും കിട്ടുന്നുണ്ട്. അതിൻ്റെ പോയിന്റ്സ് ആർ 0 0 ആൻഡ് 0 4. ഇങ്ങോട്ടൊക്കെ എഴുതട്ടെ. Therefore, the absolute maximum value is 0 and absolute maximum points are എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്, 0 0 എന്നുള്ള പോയിന്റ് കിട്ടുന്നുണ്ട്, 0,4 കിട്ടുന്നുണ്ട്. അതുപോലെ അബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു -16 കിടക്കുന്നുണ്ടോ, അപ്പോൾ അതാണ് നമ്മൾ അബ്സല്യൂട്ട് മിനിമം വാല്യൂ. അതേപോലെ അബ്സല്യൂട്ട് മിനിമം പോയിന്റ്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത്, അബ്സല്യൂട്ട് മിനിമം പോയിന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും, 4,0 എന്ന് എഴുതും. ഇവിടെ പോയിന്റ്സ് ചോദിച്ചിട്ടില്ല കേട്ടോ, വാല്യൂ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഞാനിത് വെറുതെ പറഞ്ഞതാണ്. അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഈസ് 0 ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈസ് -16. അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ തന്നത്. പക്ഷേ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമുക്ക് വേറെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒന്നും ഇവിടെ കിട്ടിയില്ല. പക്ഷേ ആ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്താണ് ബൗണ്ടറി പോയിന്റ്സ് അല്ലാതെയും ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങളുടെ ടെസ്റ്റിൻ്റെ പുറകെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഈ അബ്സല്യൂട്ട് മാക്സിമം മിനിമയ്ക്കകത്ത് ഈ ഒരു പ്രോബ്ലം കൂടെ മാത്രമേ ടെസ്റ്റിനകത്തുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോബ്ലം കൂടെ തീരുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് തീരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഫൈൻഡ് ദ അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ വെയർ ആർ ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ മിനിമം നമുക്കിവിടെ ഫൈൻഡ് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ഇവിടുത്തെ റീജിയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബിറ്റ്വീൻ എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ട്രയാങ്കുലർ റീജിയൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഇതിനനുസരിച്ച് നമുക്കൊന്ന് പടം വരച്ച് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ വാല്യൂ എല്ലാം പോസിറ്റീവ് വരുന്നത് ഈ സൈഡിലോട്ടാണ് അല്ലേ, അതുപോലെ വൈയുടെ വാല്യൂ എല്ലാം പോസിറ്റീവ് വരുന്നത് മുകളിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ കാര്യമാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കിളാണ് വിത്ത് സെൻറ്റർ 0,0, സർക്കിൾ വിത്ത് സെൻറ്റർ 0,0 ആൻഡ് റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ മീനിങ് എന്താ, ഇൻസൈഡ് ദ സർക്കിൾ, ഇൻറ്റീരിയർ ഓഫ് ദ സർക്കിൾ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ എന്നാൽ സർക്കിളിൻ്റെ പുറത്തെന്നായിരിക്കും മീനിങ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് സർക്കിളിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഈ ഫുൾ സർക്കിൾ വേണ്ട, സർക്കിളാണ് സംഭവമെങ്കിലും നമുക്ക് വേണ്ട എന്തുവാണ്, നമുക്ക് ആ ഫസ്റ്റ് ക്വാർട്ടറിലുള്ള ഈ ഒരു റീജിയൻ മാത്രം മതി. ഈ ഒരു റീജിയനകത്തുള്ള മാക്സിമം അല്ലെങ്കിൽ മിനിമം ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ റീജിയനകത്തുള്ള മാക്സിമം അല്ലെങ്കിൽ മിനിമം ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒറിജിൻ 0,0 ആണെന്നറിയാം. ഇവിടെ പോയിന്റ്സ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം, കാരണം സർക്കിളിൻ്റെ സെൻറ്റർ 0യും റേഡിയസ് 1 ആയത് കാരണം റേഡിയസ് 1 ആണ്. ഇത് സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് എന്താണ്, 1,0. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, 0,1 ആണ്. 1,0യും 0,1. ഓക്കെ, അപ്പം നമുക്കിതിനകത്ത് ഈ ബൗണ്ടറി പോയിന്റ്സ് അവർ തന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഇതിന് പുറമെ വേറെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എപ്പോഴത്തെയും പോലെ എന്ത് ചെയ്യണം, പി ഫൈൻഡ് ചെയ്യണം. പി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് വൈ സ്ക്വയർ ആണ്. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. അപ്പം 2xy എന്നുമാണ് പറയുന്നത്. പി ഈക്വൽ ടു 0 എന്നും ക്യൂ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പം പി എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. അവിടെ നിന്ന് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ക്യൂ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പം 2xy ഈക്വൽ ടു 0 എന്നല്ലേ മീനിങ്. രണ്ട് പേരുടെ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആണ്, അവിടെ വൈ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്തെന്നാണ് കിട്ടിയത്, ദെയർഫോർ ദ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് 0,0 എന്നാണ് നമ്മൾ സാധാരണ പിയും ക്യൂവിനെയും ഫൈൻഡ് ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ അത് നമ്മുടെ ഒറിജിൻ നമ്മൾ നേരത്തെ കിട്ടിയ ഒരു വെർട്ടെക്സ് തന്നെയാണ്. അപ്പോൾ ആ വെർട്ടെക്സ് തന്നെയാണ് ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പുറമെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ബൗണ്ടറിയിലൂടെ നടന്നു നോക്കണം അല്ലേ. ബൗണ്ടറി എന്ന് പറയുമ്പം A, B,
സി എന്ന് വിളിക്കാം. നമുക്ക് ആദ്യം എലോങ് എ ബി ഒന്ന് നടന്നു നോക്കാം. എലോങ് എ ബി എന്ന് പറയുന്ന എക്സ് ആണ്. എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എപ്പോഴും എന്താണ്? y ഈക്വൽ ടു 0. അപ്പം നിങ്ങളുടെ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയറിൽ വൈക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷനെ 0 ആയി പോകും. പിന്നെ ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? therefore there is no critical point. അവിടെ എന്തില്ല? ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. therefore there is no critical point. അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. അടുത്ത് എലോങ് ബി സിയിലൂടെ നടന്നു നോക്കുമ്പോൾ എലോങ് ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബി സി നേരത്തെ പോലെ 2 പോയിന്റിൻ്റെ ഇടയ്ക്കുള്ള സ്ട്രേറ്റ് ലൈൻ അല്ല, അതൊരു കർവാണ്. അത് എന്തിൻ്റെ കർവാണ്? സർക്കിളിൻ്റെ കർവാണ്. അപ്പോൾ ആ കർവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ ഇക്വേഷൻ എഴുതിയത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന്. അവിടെ നിന്ന് വൈ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി, വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കിട്ടി. ഞാൻ എന്തിനാണ് ഇവിടെ വൈയിലേക്ക് ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിക്കുക, നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്. വൈ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വൈ സ്ക്വയർ ഈക്വൽ ടു തന്നെ എഴുതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിക്കോളൂ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് വരും. പിന്നെ എനിക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വൈ ഈക്വൽ ടു ഞാനിത് ഫൈൻഡ് ചെയ്ത് വെച്ചു. therefore എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് കോമ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് എക്സ് ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ വരുമ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇവിടെ 1 മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഇതെന്തായി മാറും? എക്സ് മൈനസ് എക്സ് റൈസ് ടു 4 എന്നാവും. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് റൈസ് ടു 4. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് 4 എക്സ് ക്യൂബ്. എഫ് ഡാഷ് ഓഫ് എക്സിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് 4 എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ 4 എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1. 4 എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് എന്താ ഇപ്പം എക്സ് മൈനസ് എക്സ് റൈസ് ടു 4നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുത്തിയില്ലേ? എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് റൈസ് ടു 4 അല്ല, എക്സ് മൈനസ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ ഇത് എക്സ് മൈനസ് എക്സ് ക്യൂബ് എന്നാണ് വരണത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 1 മൈനസ് എന്താ വരണത്? 4 എക്സ് ക്യൂബ് എന്നല്ല വരണത്, 3 എക്സ് സ്ക്വയർ എന്നാണ് വരണത്. സോ 1 മൈനസ് 3 എക്സ് സ്ക്വയർ ആണ് എനിക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. സോ 3 എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഓർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3 അല്ലേ? ഇതിൽ പ്ലസ് 1/√3 ഞാൻ എടുക്കത്തുള്ളൂ, മൈനസ് 1/√3 എടുക്കില്ല. കാരണം എന്താ? എനിക്കിവിടെ ഫസ്റ്റ് ക്വാർട്ടറിനകത്താണ് എനിക്ക് പോയിന്റ് ഉള്ളത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1/√3യുടെ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1/√3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ ഇക്വേഷൻ എന്താ? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/3. 1/√3 ദ ഹോൾ സ്ക്വയർ 1/3. ദറ്റ് ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ വൈ ഈക്വൽ ടു ഇതിനെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2/3 എന്നാണ് കിട്ടുന്നത്. അതിൽ പ്ലസ് മൈനസ് വേണോ? വേണ്ട. എന്തുകൊണ്ടാണ്? എൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിനകത്ത് നെഗറ്റീവ് വരത്തില്ല. therefore the critical point, ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടി. therefore the critical point is 1/√3, റൂട്ട് ഓഫ് 2/3. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ലൈൻ എടുക്കണം. അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എലോങ് സി എ എടുക്കുവാണ്. അപ്പോൾ എലോങ് സി എ എടുക്കുമ്പം അത് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എക്സ് വൈ സ്ക്വയർ ആയിരുന്നു. അതിൽ എക്സിന് 0 കൊടുക്കുമ്പോഴേക്കും ഇക്വേഷൻ 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കവിടെ എഫ് ഓഫ് ഈ ഒരു ഇക്വേഷനേ ഇല്ല. പിന്നെ എന്താ? അതിനകത്ത് ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. therefore there is no critical point. അവിടെ എന്തില്ല? ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. സി എക്ക് നേരെ ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. ആകെ നമുക്ക് ഈ ഒരു പുതിയ ക്രിട്ടിക്കൽ പോയിന്റേ കിട്ടുള്ളൂ. therefore നമുക്കിതിൽ ഏത് ക്രിട്ടിക്കൽ പോയിന്റിലാണ് നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ആകെ എത്ര? ഈ 4 പോയിന്റ്സ് ആവുള്ളത് അല്ലേ? therefore the critical points ഓരോന്നായിട്ട് കൊടുത്തു നോക്കട്ടെ. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇവിടെ ഇത്ര സ്ഥലം തികയൊന്നും തോന്നുന്നില്ല. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 0,0. 0,0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 എന്നാണ് കിട്ടുന്നത്. അടുത്ത പോയിന്റ് എന്തായിരുന്നു? 1,0. അപ്പോഴും 0 എന്നാണ് കിട്ടുന്നത്. അടുത്ത പോയിന്റ് എന്താ? 0,1. അപ്പോഴും എനിക്ക് 0 എന്നാണ് കിട്ടുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു എൻ്റെത്? 1/√3, റൂട്ട് ഓഫ് 2/3. 1/√3, റൂട്ട് ഓഫ് 2/3 എന്ന് പറയുമ്പം എക്സ് വൈ സ്ക്വയറിലാണ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ 1/√3, വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2/3യുടെ സ്ക്വയർ ഇൻറ്റു 2/3 എന്നാണ് വരുന്നത്. സോ ആൻസർ എന്താ വരുന്നത്?
2/3√3 എന്നാണ് ആൻസർ വേണം. 2/3 ഇനി നോക്കിയില്ല മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 2/3√3 ആണ് മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 0. ഇവിടെ വാല്യൂ മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ, പോയിന്റ്സ് ചോദിച്ചിട്ടില്ല. therefore the absolute maximum value is 2/3√3. absolute minimum value is 0. പോയിന്റ് എന്ന് കൂടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സും കൂടെ എഴുതാൻ. ഇവിടെ പോയിന്റ്സ് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഒരു കാര്യം എടുത്തു പറയാനുള്ള കാര്യം, നമ്മുടെ മാക്സിമ മിനിമ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ആദ്യം മാക്സിമ മിനിമയുടെ മാത്രം ഞാൻ പ്രോബ്ലംസ് 3 വീഡിയോയും പിന്നെ ഈ അബ്സല്യൂട്ട് മാക്സിമ മിനിമയും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ പോർഷൻ തീരുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ട് നമുക്ക് മാക്സിമ മിനിമ. ഈ ഇത്രയും ടോപ്പിക്കിനകത്ത് നിന്ന് ഷുവറായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചോളാം, മാക്സിമ മിനിമ എന്ന് ചോദിച്ചാൽ PQRST ഫൈൻഡ് ചെയ്ത് P-നെയും Q-നെയും 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്ത് പിന്നെ RT-S² ഫൈൻഡ് ചെയ്ത് അതിനകത്ത് ഓരോ പോയിന്റും കൊടുത്ത് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യണം. പക്ഷേ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? മതി P-യും Q-യും ഫൈൻഡ് ചെയ്യണം, ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യണം. പിന്നെ എന്താ ബൗണ്ടറിയിലൂടെ, കാരണം ഒരു റീജിയൻ തന്നിട്ടായിരിക്കും അബ്സല്യൂട്ട് മാക്സിമം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ ആ ബൗണ്ടറിയിലൂടെ നടന്നു നോക്കിയിട്ട് ബൗണ്ടറിയിൽ എവിടെയെങ്കിലും വേറെ ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, ഡിഫറൻഷ്യബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എറർ ഒക്കെ ഫൈൻഡ് ചെയ്യാനായിട്ടൊക്കെ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതാണ് ഇനിയുള്ള വീഡിയോ. അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ, അത് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആ ടോപ്പിക് പറയാൻ പോകുന്ന ടോപ്പിക്കിന് അതൊന്നും നമുക്ക് 1-2 ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കാം. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കഴിയത്തുള്ളൂ.